നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകർ, നമ്മുടെ ചർച്ച ചെയ്യുന്നത് ആദിത്യൻ്റെ വൃശ്ചികരാശിയിൽ നിന്നും ധനുരാശിയിലേക്കുള്ള ചാരവശാലുള്ള മാറ്റമാണ്. എപ്പോഴാണ് മാറ്റം സംഭവിക്കുന്നത്? 1201 ധനുമാസം 1-ാം തീയതി, അതായത് വൃശ്ചികമാസം 28-ാം തീയതി അർദ്ധരാത്രി കഴിഞ്ഞ് ധനുമാസം 1-ാം തീയതി ഉദയാൽ പൂർവം, അതായത് 2025 ഡിസംബർ 15 കഴിഞ്ഞ് 16-ാം തീയതി പുലർച്ചെ ഉദയാത്പൂർവം 4:15 ധനുരവി സംക്രമം. ധനുമാസത്തിൽ ധാരാളം വിശേഷങ്ങളുണ്ട്, സവിസ്തരം നമുക്ക് പ്രതിപാദിക്കാം. ഇവിടെ സ്വതവേ വൃശ്ചികത്തിലെ സൂര്യൻ അത്ര ശുദ്ധനല്ല. പലപ്പോഴും സാഹസികതയും എടുത്തുചാട്ടവും ഒക്കെ നടത്തി അശുഭഫലങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ഗ്രഹമായിരുന്നു സൂര്യൻ. പലപ്പോഴും ശ്രദ്ധിക്കുക, വൃശ്ചികത്തിലെ സൂര്യൻ വളരെയധികം നന്മകൾ പ്രദാനം ചെയ്ത് കാണാറുണ്ട്. പക്ഷേ ധനുവിലെ സൂര്യൻ അങ്ങനെയല്ല. വ്യാഴക്ഷേത്രത്തിലെ സൂര്യന് വ്യക്തമായ ഒരു ദിശാബോധം കൊടുക്കുന്നുണ്ട് ജ്യോതിഷത്തിൽ. അവയുടെ ആശ്രയഫലം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. സൽപൂജ്യ, സജ്ജനങ്ങൾ തന്നെ പൂജിക്കും, ബഹുമാനിക്കും. ധനവാൻ, സാമ്പത്തികമായിട്ടും വളരെയധികം ഗുണം കൊടുക്കും ധനുവിലെ സൂര്യൻ. ധനുർധരഗതേ തീഷ്ണ ഭിഷക് കാരുക. ധനുർധരഗതേ ധനുരാശിയിൽ വരുമ്പോൾ തീഷ്ണ, സ്വഭാവത്തിൽ തീഷ്ണത ഉണ്ടാകും. സ്വതവേ തീഷ്ണതയുള്ള രാശിയാകുന്നു ധനുരാശി. അതിനാൽ തീഷ്ണത വളരെ കൂടും. ഭിഷക് ഒന്നുകിൽ വൈദ്യശാസ്ത്രത്തിൽ വളരെ പ്രവീണനാവും, അല്ലെങ്കിൽ കാരക ശില്പിയാകും. ശില്പവേലകളിൽ വളരെയധികം എഞ്ചിനീയറിങ്ങുമായി ബന്ധപ്പെടുന്ന ടാലൻറ്റ് വളരെയധികം കൂടുമെന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട്. സ്വതേ ധനുരാശിക്ക് ശില്പബുദ്ധി എന്നൊരു പേര് പറഞ്ഞിട്ടുണ്ട്. ആരോഗ്യ സാങ്കേതിക മേഖലകളിൽ ശോഭിക്കും ധനുവിൽ നിൽക്കുന്ന സൂര്യനെന്ന് നിങ്ങൾ അറിയുക. നല്ലൊരു ഫലമാണ് ധനുവിൽ നിൽക്കുന്ന സൂര്യനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. അത് ഓരോ രാശിക്കാർക്കും എപ്രകാരമാണെന്ന് നമുക്ക് ചിന്തിക്കണം. അതിനുമുമ്പേ മനസ്സിലാക്കണം, താതസ്യാത്മപ്രഭാവ, പിതാവിൻ്റെ കാരകനാണ്. അപ്രകാരം തന്നെ വ്യക്തിത്വം, ഇതും കൂടി ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാകുന്നു സൂര്യൻ. അതിനാൽ ഈ സൂര്യൻ ധനുരാശിക്കാർക്ക് നന്മകൾ പ്രദാനം ചെയ്യും. എപ്രകാരം ഓരോ രാശിക്കാർക്കും എന്ന് നമുക്ക് ചിന്തിക്കണം. അതിന് പുറമെ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, അടുത്ത മാസം മകരം 1-ാം തീയതി ഒരു പുത്തൻ മാസം ആരംഭിക്കുകയാണ്, ഉത്തരായനം ആരംഭിക്കുകയാണ്. സൂര്യൻ ശക്തമായി വരുന്ന എല്ലാ സാന്നിധ്യവും പ്രകടിപ്പിക്കുന്ന ഒരു രാശിയാണ് ധനുരാശി എന്നറിയുക. പുണർത നക്ഷത്രത്തിലെ അവസാനത്തെ 15 നാഴിക, പൂയം ആയില്യം നക്ഷത്രങ്ങൾ വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ കർക്കിടകൻ രാശിക്കാർക്ക് ആദിത്യം നിൽക്കുന്നത് 6-ാം ഭാവത്തിലാണ്. 6-ാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ നിൽക്കുന്നത് വളരെ നല്ലതാണ്. ബലവാൻ ശത്രുജിതശ്ച ശത്രുയാതെ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. ബലവാനും ശത്രുക്കളെ ജയിക്കും എന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു. ഇവിടെ കർക്കിടകൻ രാശിക്കാർക്ക് ഇന്ന് 12-ൽ വ്യാഴമാണ്. എങ്കിലും ഈ 6-ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യനും ചൊവ്വയും കർക്കിടകൻ രാശിക്കാർക്ക് പല കാര്യങ്ങളും നേടിയെടുക്കുവാനുള്ള ഒരസാധ്യമായ കരുത്ത് ലഭിക്കുന്നതാണ്. അത്ര ശക്തമാണ് 6-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നത്. ബലവാനും ശത്രുക്കളിൽ ജയിക്കും. രിപുധ്വംസകത് ഭാസ്കരോ യക്ഷ്യശ്രേഷ്ഠേ തനോദിവയം രാജതോ മിത്രോദവ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. ശത്രുവിനെ നശിപ്പിക്കും 6-ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ. തനോദിവ്യയം, ധാരാളം ധനം ചെലവഴിക്കപ്പെടും. രാജതോ മിത്രോദവ, രാജാവ് തൻ്റെ കാശ് കൊണ്ടുപോകും. ടാക്സുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമായി സർക്കാരുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിൽ തനിക്ക് ധനശോഷണം സംഭവിക്കും. സുഹൃത്തുക്കളും തന്നെ കാശ് കൊണ്ടുപോകുമെന്ന് പറഞ്ഞിരിക്കുന്നു. കുലേ മാതുരാപ ചതുഷ്പാദയോവ, തൻ്റെ അമ്മയുടെ കുലത്തിൽ നാൽക്കാലികളെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകും. അതിനാൽ പലപ്പോഴും നാൽക്കാലികൾ ഫാം നടത്തുന്നവരൊക്കെ വളരെ ശ്രദ്ധിക്കണം ഈ ഒരു സമയത്ത്. അതിനെക്കൊണ്ട് അപകടമുണ്ടാവുക, അല്ലെങ്കിൽ അത് ഇടഞ്ഞു നിൽക്കുക, അല്ലെങ്കിൽ അതിലൂടെ ധനനഷ്ടം വരിക, അപകടങ്ങൾ വരിക, തീ പിടിക്കുക, ഷെഡിന് മുതലായ പ്രയാസങ്ങളൊക്കെ വരും. പ്രയാണേ നിഷാദേഹി വിഷാദം ലഭ്യത, യാത്രയിൽ വഴിയിൽ കാട്ടാളരാൽ ആക്രമിക്കപ്പെടും. കർക്കിടക രാശി നിശാരാശിയാണ്. നിർബന്ധമായും അസമയത്തുള്ള യാത്ര, ദൂരയാത്രയിൽ പലപ്പോഴും യാത്രാ തർക്കങ്ങൾ വരിക, അല്ലെങ്കിൽ യാത്രയിൽ പിടിച്ചു പറിക്കപ്പെടുക. പലപ്പോഴും മൈസൂർ ബാംഗ്ലൂർ ഹൈവേയിൽ എപ്പോഴും കാണാം ആളുകളെ ആക്രമിച്ച് കാശ് തട്ടുന്ന സംഘങ്ങൾ. അത് മൈസൂർ ബാംഗ്ലൂരിലല്ല, തമിഴ്നാട്ടിലുമുണ്ട്. അതിനാൽ അസമയത്ത് സ്വർണവും ധനവും ഉപയോഗിച്ച് കൈവശം വെച്ചുകൊണ്ടുള്ള യാത്രയൊക്കെ വളരെ ശ്രദ്ധിക്കണം. രാത്രി യാത്ര വളരെയധികം ധനരാശിക്കാർ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സമയമാണെന്നറിയുക. വലിയ ബുദ്ധിമുട്ടുകൾ രാത്രി യാത്രയിൽ ഉണ്ടാകാം, വളരെ ജാഗ്രത പാലിക്കണം. ശാരീരികമായി വളരെയധികം നടു സംബന്ധിച്ച ബുദ്ധിമുട്ടുകൾ, ഡിസ്ക് വേദന വളരെയധികം ശ്രദ്ധിക്കണം.
അപ്രകാരം പാദങ്ങൾക്കുണ്ടാകുന്ന വാതരോസംബന്ധമായ ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിക്കണം. നേത്ര സംബന്ധമായ ബുദ്ധിമുട്ടുകൾ, ഇടത്തെ കണ്ണുമായി ബന്ധപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിക്കണം. ദയവ് ചെയ്ത് ശക്തി വളരെയധികം കൂടിയിരിക്കുന്ന സമയമാണ്. ഈ സൂര്യനും ചൊവ്വയും 110 വാട്ട് ബൾബാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം, കർക്കിടക രാശിയെ സംബന്ധിച്ചോളം. അതിനാൽ പെട്ടെന്ന് പ്രൊവോക്ക് ചെയ്യപ്പെടുക, പെട്ടെന്ന് തന്നെ അശക്തരിലേക്ക് അടിച്ചു കയറ്റാൻ ശ്രമിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. പലപ്പോഴും തൻ്റെ ശക്തി വഴിയിൽ വെച്ച്, അതാണ് ഞാൻ സൂചിപ്പിച്ചത്, യാത്രയിൽ അപകടങ്ങൾ ഉണ്ടാകാം. താൽക്കാലികമായ ഒരു ഊർജം കൈവന്ന് മറ്റുള്ളവനെ ഇടിക്കുക, ബുദ്ധിമുട്ടുണ്ടാക്കുക, പിന്നീടാണ് പോലീസ് കേസുമായി ബന്ധപ്പെടുമ്പോൾ പ്രയാസങ്ങളൊക്കെ വരിക. അതിനാൽ വളരെയധികം ജാഗ്രത പാലിക്കുക യാത്രയിലും. തൻ്റെ ശക്തി മറ്റുള്ളവരെ നശിപ്പിക്കാനല്ല, ശിക്ഷിക്കാനല്ല, രക്ഷിക്കാനാണെന്ന് കർക്കിടക രാശിക്കാർ അറിയേണ്ടുന്ന മാസമാണ്. ശ്രദ്ധിക്കുക. നന്ദി, നമസ്തേ.